ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ഹണ്ടർ. 2017 റിലീസായ ഒരു സൗത്ത് കൊറിയൻ പടത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ആയ പടത്തിലെ ഹീറോ, അയാൾക്കൊരു മകളുണ്ട്. ആ മകൾ ഒരു സീരിയൽ കില്ലറിനെ പ്രേമിക്കുന്നു. ഇതറിഞ്ഞ ഹീറോ ആ സീരിയൽ കില്ലറിനെ കയ്യിൽ നിന്നും മകളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതാണ് ഈ പടത്തിലെ സ്റ്റോറി. പടത്തിലെ ഹീറോയെ കുറിച്ച് പറയുന്നത് തന്നെ ഹീറോ ഒരു വെറ്റിനറി ഡോക്ടറാണ്. പൂച്ച, മുയൽ എന്നിങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളെ പരിശോധിക്കുന്ന ഒരു സീനും ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മുടെ പടത്തിലെ ഹീറോ വെറ്റിനറി ഡോക്ടർ ആവുന്നതിന് മുൻപ് ഒരു സൈക്കോ ആയിരുന്നു. ഹീറോയുടെ കുട്ടിക്കാലത്ത് ഹീറോയുടെ അച്ഛൻ മദ്യപിച്ച് എല്ലാവരും മർദ്ദിക്കുമായിരുന്നു. ഇത് പീക്ക് ലെവലെത്തിയപ്പോൾ ഹീറോ തൻ്റെ അച്ഛനെ കൊന്നുകളയും. പിന്നീട് ഇതുപോലെ ആ നാട്ടിൽ മദ്യപിച്ച് വീട്ടിൽ ശല്യം ചെയ്യുന്ന ആളുകളെ എല്ലാം കൊന്നുകളയുന്ന ഒരു സൈക്കോ ആയി മാറും. പിന്നീട് ഹീറോ ഒരു കല്യാണം കഴിച്ച് കൊച്ചക്കായതിനു ശേഷം ഇതുപോലെ ആളുകളെ കൊല്ലുന്നു നിർത്തണം, ഫാമിലിക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ തീരുമാനിച്ച് റിയൽ ലൈഫിലേക്ക്, ഒരു നോർമൽ ലൈഫിലേക്ക്, സൈക്കോത്തരൊക്കെ വിട്ടുകളഞ്ഞ് ഒരു നോർമൽ ലൈഫിലേക്ക് ഹീറോ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റിൽ അൽഷിമേഴ്സ് രോഗം ഹീറോക്ക് വരുന്നത്. ഒരു അൾഷീമേഴ്സ് പിടിച്ച ഒരു ആളും അതുപോലെ തന്നെ ഒരു സൈക്കോ സീരിയൽ കില്ലറും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഈ പടം. ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു തരം സ്റ്റോറിയാണ്, ഇതുവരെ അധികം കണ്ടിട്ടില്ലാത്തൊരു സ്റ്റോറിയാണ് ഈ പടത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ പുതിയൊരു രീതിയിലുള്ള ഒരു പടം കണ്ട ഫീൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഈ പടത്തിൽ എനിക്ക് നെഗറ്റീവായി തോന്നിയത് ഒരേ ഒരു കാര്യമാണ്, ക്ലൈമാക്സ് ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് എടുക്കാമായിരുന്നു എന്നുള്ളൊരു മാത്രം. അത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായി തോന്നിയത്. അതർവൈസ് എല്ലാ ആക്ടേഴ്സും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലയിടത്ത് ഡാർക്ക് കോമഡി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വർക്ക് ചെയ്തോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിയലി വർക്കായിട്ടില്ല. ഒരു സീരിയസ് ആയുള്ളൊരു പടം, അതിലൊരു കോമഡി കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം മാത്രം എനിക്കുണ്ട്. പക്ഷേ എനിക്ക് വർക്കായില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കാവാതെ പോവാം. തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര സീരിയസ് ആയിട്ട് ഈ പടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടം വേറെ ലെവലായി മാറിയേനെ. അധികാരം ശ്രദ്ധിക്കാതെ, അധികാരം പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ഈ പടത്തിനെ കുറിച്ച്. എന്തായാലും ഒരു വർത്ത് വച്ച് പടം തന്നെയാണ് ഈ പടം. വേറെ വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.